10 വർഷമായി അനധികൃതമായി ഇന്ത്യയിൽ താമസിച്ച ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തു. ഹരിയാനയിലെ പൾവാൾ ജില്ലയിൽ നിന്ന് 59 ബംഗ്ലാദേശി പൗരന്മാരെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇവർ ഹരിയാനയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഇഷ്ടിക ചൂളയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഇവിടെ റെയ്ഡ് നടത്തിയതോടെയാണ് അനധികൃതമായി നുഴഞ്ഞുകയറിയ ബംഗ്ലാദേശി പൗരന്മാരെ കണ്ടെത്തുന്നതും. ഇതിൽ സ്ത്രീകളും കുട്ടികളും അടക്കം ഇന്ത്യയിലെത്തിയിട്ട് ഏകദേശം തന്നെ 10 വർഷം തികയുന്നു. ബംഗ്ലാദേശി പൗരന്മാരെ നാട് കടത്തുന്ന പ്രക്രിയകൾ കേന്ദ്ര സർക്കാർ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ മിന്നൽ റെയ്ഡ് നടക്കുന്നത്. ഡൽഹി, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്ന് മാത്രമായി തന്നെ 1000-ലധികം ബംഗ്ലാദേശി പൗരന്മാരെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി പിടികൂടിയതും. അതുപോലെ ഹരിയാനയിൽ നിന്ന് പിടികൂടിയവരുടെ കയ്യിൽ നിന്നും മതിയായ രേഖകൾ പോലും ഇല്ലാതെയാണ് ഇവർ താമസിച്ചു പോകുന്നത്. ഈ ആളുകൾ എങ്ങനെ ഇപ്പോൾ ഇന്ത്യയിലേക്ക് പ്രവേശിച്ചു എന്നത് പോലീസ് അന്വേഷണ സംഘം നിലവിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം എല്ലാ ആളുകളിൽ നിന്നും വിലാസങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റു വിവരങ്ങളും ശേഖരിക്കുന്നുണ്ട്. ഇതിനുശേഷം എല്ലാവരെയും ബംഗ്ലാദേശിലേക്ക് അയക്കുമെന്നും പോലീസ് അറിയിച്ചിരിക്കുകയാണ്. ഇന്റലിജൻസ് വിഭാഗം നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തിയതെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ചോദ്യം ചെയ്യലിൽ ഈ ആളുകൾ ഏകദേശം 10 വർഷം മുൻപ് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയതായും വെളിപ്പെടുത്തുകയായിരുന്നു. നിലവിൽ ഈ എല്ലാവരുടെയും പേരുകളും വിലാസങ്ങൾ തിരിച്ചറിഞ്ഞ് വിശദാംശങ്ങൾ എന്നിവ തയ്യാറാക്കി വരികയാണ് എന്നും അവരെ ഉടൻ തന്നെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കുമെന്നുമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്നും മാത്രമായി 851 ബംഗ്ലാദേശി പൗരന്മാരെ പിടികൂടിയിരുന്നു. ഇതിൽ ഭൂരിഭാഗം ആളുകളും മതിയായ രേഖകൾ പോലും ഇല്ലാതെയാണ് അനധികൃതമായി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തിയതും. 121 പേർ അനധികൃതമായി എത്തിയവരാണ് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നാടുകടത്തൽ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നാണ് സൂചനകൾ പുറത്തു വന്നിരുന്നതും. ഇതിൽ 121 പേർ ഇന്ത്യയിൽ അനധികൃതമായി താമസിച്ചതായി കണ്ടെത്തി. ഇവർക്കെല്ലാവർക്കുമെതിരെ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് അവരെ വിദേശ രജിസ്ട്രേഷൻ ഓഫീസിന് മുൻപാകെ ഹാജരാക്കുകയാണ് ഉണ്ടായതും. ഇക്കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ തന്നെ 1000-ലധികം ബംഗ്ലാദേശികളെയാണ് ഗുജറാത്തിൽ നിന്നും മാത്രമായി പിടികൂടിയത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ തന്നെ 100-ലധികം ബംഗ്ലാദേശികളുടെ വീടുകൾ സർക്കാർ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തിയെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. ശക്തമായ നടപടിയാണ് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നതും. അതുപോലെ ഗുജറാത്തിൽ ബംഗ്ലാദേശികൾക്കെതിരെ ഉണ്ടായ ചരിത്ര നടപടികൾക്ക് ശേഷമാണ് ഇത്തരമൊരു നീക്കം വന്നിരിക്കുന്നതും. ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ചുകൊണ്ട് DDA ഭരണകൂടവും പോലീസും മറ്റു വകുപ്പിലെ ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ടാണ് തൈമൂർ നഗർ സെൻട്രൽ അതിനു ചുറ്റുമുള്ള കെട്ടിടങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചതും. ബംഗ്ലാദേശികൾക്കെതിരെ പോലീസ് പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട് എന്നും ഔട്ട്ഡോർ നോർത്ത് ജില്ലാ DCP നിതിൻ വാൻസൻ വ്യക്തമാക്കിയിരുന്നു. നരേല വ്യാവസായിക മേഖല ഉൾപ്പെടെ തന്നെ നിരവധി പ്രദേശങ്ങളിൽ സമഗ്രമായ അന്വേഷണം നടത്തിവരികയും ചെയ്തു. അതേസമയം ജോധ്പൂരിൽ നിന്ന് 148 ബംഗ്ലാദേശിലെ നാട് കടത്തിയിരുന്നു. ഈ പ്രദേശങ്ങളിലെ ആദ്യം ജോധ്പൂരിൽ നിന്ന് പശ്ചിമ ബംഗാളിലേക്ക് കൊണ്ടുപോയി തുടർന്ന് പശ്ചിമ ബംഗാളിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് അയക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ രാജസ്ഥാൻ പോലീസ് ഇവർക്കെതിരെ പ്രത്യേക ക്യാമ്പയിൻ നടത്തി വരികയായിരുന്നു. സംസ്ഥാനത്തുടനീളം തന്നെ 1008 ബംഗ്ലാദേശികളെ പിടികൂടിയിട്ടുണ്ട്. ജയ്പൂർ ജില്ലാ റേഞ്ചിൽ 761 ബംഗ്ലാദേശികളെ പിടികൂടി. സിക്കാറിൽ ആകെ 394 അനധികൃത ബംഗ്ലാദേശികളെ പിടികൂടുകയും ചെയ്തു. അതേപോലെ തന്നെ കഴിഞ്ഞ മാസം അവസാനമായി ബംഗ്ലാദേശികളുടെ 2000-ലധികം അനധികൃത വീടുകളായിരുന്നു ഗുജറാത്ത് സർക്കാർ പൊളിച്ചു മാറ്റിയതും. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ബുൾഡോസർ നടപടിയായിരുന്നു അത് അടയാളപ്പെടുത്തിയതും. രാത്രി വൈകി വലിയൊരു പോലീസ് സംഘം ചന്തോളക്കുളം പ്രദേശത്ത് എത്തുകയായിരുന്നു. 2000-ലധികം പോലീസുകാർ, അതുപോലെ 15 കമ്പനി CRPFകൾ, മുനിസിപ്പൽ കോർപ്പറേഷനിലെ 1800 ജീവനക്കാർ, 74 JCBകൾ, 200 ട്രക്കുകൾ, 20 ഇലക്ട്രീഷ്യന്മാരുടെ ടീമുകൾ, 10 മെഡിക്കൽ ടീമുകൾ, 15 ഫയർ ടെൻഡറുകൾ എന്നിവയെല്ലാം തന്നെ ഒരുമിച്ച് കൊണ്ടായിരുന്നു ഈ മെഗാ ബുൾഡോസർ ദൗത്യത്തിന് പങ്കാളിത്തം വഹിച്ചതും. 2000-ലധികം ബംഗ്ലാദേശി കുടിലുകൾ, 3 അനധികൃത റിസോർട്ടുകൾ, അനധികൃത പാർക്കിംഗ് യൂണിറ്റുകൾ എല്ലാം തന്നെ പൊളിച്ചു നീക്കം ചെയ്തു. ഏകദേശം 1 ലക്ഷം ചതുരശ്ര മീറ്റർ ഭൂമിയാണ് സ്വതന്ത്രമാക്കിയതും. ഈ ഓപ്പറേഷനിൽ 150-ലധികം ബംഗ്ലാദേശികളെ കണ്ടെത്തുകയും 200-ലധികം പേരെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ബംഗ്ലാദേശികളെ നാട് കടത്തുന്ന നടപടി വേഗത്തിൽ അതിൻ്റെ ഒരു ആക്കം കൂട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ. സാധാരണയായി ഒരു നിയമവിരുദ്ധ വിദേശി പിടികൂടാൻ നാടുകടത്തൽ ഏകദേശം 2 മാസം എടുക്കും. എന്നാൽ ഗുജറാത്തിൽ പിടികൂടുന്ന ബംഗ്ലാദേശികളെ 5 ദിവസത്തിനുള്ളിൽ തന്നെ തിരിച്ച് അവരെ ബംഗ്ലാദേശിലേക്ക് അയക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. ഇതിനുള്ള അനുമതി കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിച്ചു എന്നതാണ് മറ്റ് വിവരങ്ങൾ പുറത്തുവരുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.